അപ്പം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല സ്ക്വയർ പീസായി കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം താഴെ പോയി കിട്ടിയ തക്കത്തിന് നമ്മുടെ ചിന്നു അത് വന്ന് കഴിച്ചു. ഇനി നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത പനീർ ഒന്ന് മാറ്റി വെക്കും. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളി, തക്കാളി, വറ്റൽമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ മസാല നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഏകദേശം പനീർ ബട്ടർ മസാലയുടെ ഒരു രൂപസാദൃശ്യമൊക്കെ തോന്നുന്നില്ല. ആക്ച്വലി നമുക്ക് കാഷ്യൂ നട്ട്സും ഫ്രഷ് ക്രീമും ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം കുറച്ച് പാലിൽ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതാകുമ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കസൂരി മെത്തി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ബട്ടറും കൂടി ഇട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഏകദേശം ടേസ്റ്റൊക്കെ സിമിലർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയാണിത്. ചോറിൻ്റെ കൂടെ അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ.